ശിരൂരിലെ രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത്. സ്പോട്ട് 4-ലാണ് പരിശോധന നടക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ അടക്കം ഘടിപ്പിച്ചുകൊണ്ടാണ് പരിശോധന. ഇവർക്ക് സുരക്ഷയൊരുക്കാൻ നാവികസേനയും തിരച്ചിലിനായി നദിയിറങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശിരൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അതോടൊപ്പം തന്നെ 12ാം ദിനത്തിലേക്ക് അടുക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധ സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥയും ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത്? രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യപ്രദമായിട്ടാണോ അതോ തടസ്സം നേരിടുന്നുണ്ടോ ഈ സാഹചര്യങ്ങളിൽ? കാലാവസ്ഥ ഇന്ന് പൂർണ്ണമായും അനുകൂലമായിരുന്നു. ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ മഴ പെയ്തതൊഴിച്ചാൽ ശക്തമായ മഴയോ കാറ്റോ ഒന്നും തന്നെ ഇന്ന് ശിരൂരിൽ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്നത്തെ രക്ഷാദൗത്യം എന്നുള്ളത് അത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഉടുപ്പിയിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പെ എന്ന മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘം ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യത്തിനായി എത്തിയത്. അവരുടെ നേതൃത്വത്തിൽ ആ സംഘം എത്തിയതിന് ശേഷം ഇതിനോടകം തന്നെ 4 തവണ ഈ കുത്തിയൊലിച്ചു പോകുന്ന പുഴയിലേക്ക് ഡൈവ് ചെയ്തു. പക്ഷേ അതിൽ ഒരു തവണ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മേലെ ഉണ്ടായിരുന്ന കയറ് പൊട്ടി ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയേറെ ഒഴുക്ക് ഈ ഗംഗാവലി പുഴയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ 4 തവണയും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ നേരത്തെ നേവിയും മറ്റുമൊക്കെ നടത്തിയ ആ രക്ഷാദൗത്യം അതിൽ ഒഴുക്ക് വലിയ പ്രതികൂല ഘടകമായിരുന്നു. 6.5 നോട്ട് വരെയാണ് ഒഴുക്ക് പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ രക്ഷാദൗത്യത്തിന് അത് വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. പക്ഷേ ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവർക്ക് ഇത്രയേറെ ഒഴുക്കുണ്ടെങ്കിലും ആ ഒഴുക്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട്. തങ്ങൾ അത്തരത്തിൽ നിരവധി തവണ അത്തരത്തിലുള്ള ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 100ഓളം ആളുകളെ ജീവനോടെയും അല്ലാതെയും ഒക്കെ ഇത്തരത്തിലുള്ള കുത്തിയൊലിക്കുന്ന പുഴയിൽ നിന്നും തങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പയും സംഘവും പറയുന്നത്. ആ ഒരു പരിചയ സമ്പത്തും അതിലുള്ള ആത്മവിശ്വാസവും തന്നെയാണ് അവർ ഇന്ന് ഈ ഒരു ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങാൻ കാരണമായത്. ഏതായാലും അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഈശ്വർ മാൽപ്പയാണ് ഈ വെള്ളത്തിലേക്ക് ചാടിയത്. ആ ചാടുന്നതിന് മുൻപ് തന്നെ ആദ്യം കരയിൽ വെച്ച് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി തന്നെ അവർ കാണിച്ചു കൊടുത്തിരുന്നു. മണ്ണിൽ ഉൾപ്പെടെ വരച്ചൊക്കെയാണ് കാണിച്ചു കൊടുത്തത് എന്താണ് തങ്ങളുടെ രീതി എന്നൊക്കെ. പിന്നീട് അവരുടെ ഈ മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ നാവികസേനയുടെ ബോട്ടുകളും പിന്നെ ഈ കരയിലുള്ള JCBയിലും മറ്റുമൊക്കെ ഇട്ട് അവിടെയൊക്കെ കയറ് കെട്ടി അതിൻ്റെ ആങ്കറുകൾ പലയിടത്തായി ഘടിപ്പിച്ചതിന് ശേഷമാണ് ഈശ്വർ മാൽപ്പെ ഈ പുഴയിലേക്ക് ചാടിയത്. പക്ഷേ അങ്ങനെ പുഴയിലേക്ക് ചാടിയപ്പോൾ ആദ്യ 2 ഡൈവും കൃത്യമായി തന്നെ അതിലേക്ക് ചാടി. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ട്, കാഴ്ച മങ്ങുന്ന തരത്തിൽ തന്നെയാണ് വെള്ളമുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ഡൈവിലും ഒന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. പിന്നീട് 3ാമത്തെ ഡൈവ്, ആ 3ാമത്തെ ഡൈവിലാണ് കയറ് പൊട്ടുകയും അദ്ദേഹം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് നാവികസേന തന്നെ അദ്ദേഹത്തെ ബോട്ടിൽ പോയി രക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് 4ാമത്തെ ഡൈവ് നടത്തിയത്. ആ 4ാമത്തെ ഡൈവിലും പ്രത്യേകിച്ച് കണ്ടെത്തലുകൾക്കൊന്നും സാധിച്ചില്ല എങ്കിൽ പോലും ഇനിയും തനിക്കിത് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മാൽപ്പെ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഉള്ള അവിടെയുള്ള പുഴകളിലും മറ്റുമൊക്കെ ഇതിനു മുൻപ് പലതവണ ഇത്തരമുള്ള ഓപ്പറേഷനുകളിൽ കുത്തിയൊലിക്കുന്ന പുഴകളിലൊക്കെ നടത്തിയുള്ള പരിചയം തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും കുറച്ച് മുൻപ് വരെ ഏതാനും മത്സ്യബന്ധന ബോട്ടുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കുറേയേറെ മുളയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ മുള കൊണ്ടുപോകുന്നത് അവരുടെ തനതായ ശൈലിയിൽ എന്തോ ഈ ഒരു രക്ഷാദൗത്യം നടത്തും എന്നുള്ളതാണ് പറയുന്നത്. ഏത് രീതിയിലാണെന്നുള്ളതൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും അവരുടേതായ രീതിയിൽ ഈ മുള ഉപയോഗിച്ച് എവിടെയാണ് ഈ വാഹനമുള്ളത് എന്ന് കുത്തി നോക്കുന്നതിന് വേണ്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലും അത്തരത്തിൽ ഈ ഒരു മുള ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുന്നത് സ്പോട്ട് 4 എന്ന ഭാഗത്താണ്. സ്പോട്ട് 4-ലാണ് ശക്തമായ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും അതേപോലെ തന്നെ ഡ്രോൺ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയത് ഈ സ്പോട്ട് 4-ൽ ശക്തമായ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതിലും ആ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം
ദൗത്യം തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മാപ്പെ എന്ന ആ ഒരു മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേവിയും അതുപോലെ തന്നെ NDRF ഉൾപ്പെടെയുള്ള മറ്റ് സേനാ അംഗങ്ങളും മറ്റുമൊക്കെ ഇവർക്ക് ഈ ദൗത്യസംഘം മുമ്പ് അവിടെ വലിയ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആ ദൗത്യസംഘം ഒന്നടങ്കം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കൈകോർക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി മുൻകൈ എടുത്ത് വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി നമ്മുടെ സൈന്യം ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഒരു പുഴയെ അറിയുന്ന, ഇവിടുത്തെ കാലാവസ്ഥയെ അറിയുന്ന ആ ഒരു സംഘം, ആ 8-അംഗ സംഘം മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് കടലിൻ്റെ മക്കളായ അവർക്ക് ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങി ഈ അർജുൻ്റെ ലോറിയെ കണ്ടെത്താനും അർജുനെ കണ്ടെത്താനും ഒക്കെ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റ് നോക്കുന്നത്. അതിന് സാധിക്കുകയാണെങ്കിൽ അത് ഏതായാലും ഈ രക്ഷാ ദൗത്യത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെയായി കണക്ക് കൂട്ടണം. ഇന്ന് ഏതായാലും അവർ വൈകിട്ടോടുകൂടെ തന്നെ ഈശ്വർ മാപ്പെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം അവർ ഏത് തരത്തിലൊക്കെയുള്ള ഓപ്പറേഷനുകളാണ് നടത്തിയത്, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ഒരു രക്ഷാ ദൗത്യം എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയായി തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും ഈ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ പോലും അവരുടെ രക്ഷാപ്രവർത്തനത്തിന് പോലും വെല്ലുവിളിയാവുന്നത് പുഴയിലെ ഒഴുക്ക് തന്നെയാണ് എന്നുള്ളതാണത്. നമുക്കറിയാം, സാധാരണ ഈ പുഴയിൽ രണ്ട് നോട്ടോ അതല്ലെങ്കിൽ 3.5 നോട്ട് വരെയൊക്കെ ഒഴുക്കുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെ വളരെ ദുസ്സഹമാണ്. എങ്കിൽ പോലും നേവി ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് 3.5 വരെ എത്തിയാൽ കൂടെ തങ്ങൾ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ 6.5 എന്നൊക്കെ പറയുന്ന ഒഴുക്ക് വലിയ ഒഴുക്കാണ്. അതിൽ ഈ രക്ഷാ ദൗത്യ സംഘം ഇറങ്ങുമ്പോൾ അത് അവരുടെ ജീവന് തന്നെ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ജീവന് തന്നെ വെല്ലുവിളിയാണ് എന്നിരിക്കെയാണ് ഈശ്വർ മാപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം, ആ ഈശ്വർ മാപ്പ എന്ന വ്യക്തി 4 തവണ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തത്. പക്ഷേ ഈ 4 തവണ ഡൈവ് ചെയ്തിട്ടും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ആ ഒഴുക്ക് തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവർക്ക് ഇനി ഏത് തരത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയും, ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ആ വ്യക്തതയിലേക്ക് എത്തണമെങ്കിൽ ഇനി ആ ഈശ്വർ മാപ്പെ ഇപ്പോഴും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ വിജയിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം വലിയ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ അതിൽ വിജയിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഈ ലോഹത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാനോ അതല്ലെങ്കിൽ ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനോ കഴിഞ്ഞാൽ അത് ഈ രക്ഷാ ദൗത്യത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും. അത് ഇന്ന് അല്ലെങ്കിൽ നാളെയെങ്കിലും ആ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള സംഘത്തിന് ഈ രക്ഷാദൗത്യത്തിൽ വിജയിക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നിലവിലേതായാലും രക്ഷാദൗത്യം അത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. അതേസമയം തന്നെ മറ്റ് സാധ്യതകളും, ഈ രക്ഷാദൗത്യത്തിൻ്റെ മറ്റ് സാധ്യതകളും ഇപ്പോഴും തേടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും മറ്റൊരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതായത് ചങ്ങാടം പോലുള്ള വസ്തു ഉൾപ്പെടെ പണ്ടൂൺ ഫ്ലോട്ടിംഗ് എന്ന ആ ഒരു പരീക്ഷണം ഉൾപ്പെടെ ഇനി അടുത്ത ദിവസം തന്നെ നടക്കുമെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ആ പോണ്ടൂൺ ഫ്ലോട്ടിങ്ങിന് വേണ്ടി അതിൻ്റെ പോണ്ടൂണുകൾ ഓൾറെഡി നേരത്തെ തന്നെ ഈ എയർപോർട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നും അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനും അതിനെ അസംബിൾ ചെയ്യുന്നതിനുമൊക്കെ അതിൻ്റെ ടെക്നീഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത് എത്താതിരുന്നത്. പക്ഷേ രാജസ്ഥാനിൽ നിന്നും അതിൻ്റെ ടെക്നീഷ്യൻസ് എത്തുന്നുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ ആ പോണ്ടൂൺ ഫ്ലോട്ടിംഗ് ഉൾപ്പെടെ അടുത്ത ദിവസം, അതായത് ചങ്ങാടം പോലുള്ള വസ്തുവിൽ കയർ കെട്ടി താഴേക്ക് ഇറങ്ങുന്നതാണ് ഈ പോണ്ടൂൺ ഫ്ലോട്ടിംഗ് എന്നുള്ളത്. അത്തരം പരീക്ഷണങ്ങളും അടുത്ത ദിവസം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. ഇന്നെന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ഈ പരിശോധന ഇതെങ്കിലും വിജയിക്കാനാവുമോ എന്നുള്ളതാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏതായാലും 4 തവണ ഡൈവ് ചെയ്തെങ്കിലും ആ 4 തവണയും അതൊരു വിജയകരമായി എന്ന് പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് ഈ ഒരു ക്യാബിൻ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ലോറിയുടെ സാന്നിധ്യമുള്ള ഒരു ഭാഗത്തേക്കും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഗംഗാവലി പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അത് പുഴയിലെ ഒഴുക്ക് തന്നെയാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നത്. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഇപ്പോഴും ഇവിടെ ഓറഞ്ച് അലേർട്ടാണ്. ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ പോലും ഈ പുഴ ഒഴുകി വരുന്ന പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ